നമസ്കാരം. ഇന്ന് പറയുന്നത് വ്യത്യസ്തമായ ഒരു സംഭവമാണ്. 2004 നടന്ന ഒരു കഥയാണ്. സംഭവം നടന്ന ഒരു വിഷയമായതുകൊണ്ട് സ്ഥലവും കഥാപാത്രങ്ങളുടെയും എല്ലാം പേര് മാറ്റിയാണ് പൊതുവെ ഞാൻ പറയുന്നത്. എങ്കിലും നിങ്ങളിതൊരു കഥയായി മാത്രം സ്വീകരിക്കുക. ഇദ്ദേഹത്തിൻ്റെ പേര് സലീം എന്നാണ്. അദ്ദേഹം ഒരു സ്കൂട്ടർ വർക്ക്ഷോപ്പിൽ മെക്കാനിക്കാണ്. ഇദ്ദേഹത്തിന് കുറച്ചു കാലമായി ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിഞ്ഞ് റൂമിൽ കയറി കിടന്ന് ഒരു ഉറക്കം പിടിച്ച് വരുമ്പോൾ വയറിന് വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാകുക. ആ വയറുവേദന കൂടിക്കൂടി വല്ലാത്തൊരു ബുദ്ധിമുട്ടിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പ് എല്ലാം നടത്തി. അദ്ദേഹത്തിന് യാതൊരുവിധ പ്രശ്നങ്ങളും കാണുന്നില്ല. ഭക്ഷണം കഴിച്ചതിൻ്റെയും ഗ്യാസിൻ്റെയും അങ്ങനെയൊക്കെയുള്ള കാരണം ഇതൊരു ദിവസമല്ല. അദ്ദേഹം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി ഭക്ഷണം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ റൂമിൽ കയറി കിടന്ന് ഉറങ്ങുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇത് നിരന്തരമായി കഴിഞ്ഞപ്പോൾ വീട്ടുകാർക്ക് തന്നെ ആകെ ആശയക്കുഴപ്പമായി. കാരണം ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്കപ്പ് നടത്തി, യാതൊരുവിധ തകരാറുമില്ല. ഗ്യാസിൻ്റെ മരുന്ന് കുടിക്കുന്നു, വയറ് സംബന്ധമായ മറ്റു രീതിയിലുള്ള ഗുളികകളൊക്കെ കഴിച്ചു. എന്തെല്ലാം കഴിച്ചാലും ഇദ്ദേഹം ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറിയാലാണ് പ്രശ്നം. പുറത്തേക്ക് പോയാൽ യാതൊരു പ്രോബ്ലവുമില്ല. ഈ വയറുവേദന എടുത്ത് ആളെ ഓട്ടോ വിളിച്ച് വണ്ടിയിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി തന്നെ അദ്ദേഹത്തിന് സമാധാനം കിട്ടിക്കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഇത് ക്രമേണ ആയിക്കഴിഞ്ഞപ്പോൾ വീട്ടുകാർക്ക് തന്നെ വല്ലാത്തൊരു അസ്വസ്ഥത. എന്തായും എനിക്ക് സംഭവിക്കണത്, എന്തായും എനിക്ക് പറ്റിയത്, നീ വല്ലതും കണ്ട് പേടിച്ചോ, ഭയന്നോ, ഇങ്ങനെയൊക്കെയുള്ള പല ചോദ്യങ്ങളും പലരിൽ നിന്നും ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ ഒരാൾ അവരോട് പറഞ്ഞു, ഒരു സ്ഥലത്ത് ഒരു സൂഫി വര്യനുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി നമുക്ക് ഈ കാര്യം പറഞ്ഞാലോ. പക്ഷെ അതിനു മുമ്പ് ഇവർ പല ജ്യോത്സ്യന്മാരെയും ചില ഉസ്താദുമാരെയൊക്കെ കണ്ട് മന്ദിരിക്കലും ചരട് കെട്ടലും അങ്ങനത്തെ പരിപാടികളുടെയൊക്കെ പുറകെ പോയി. ഇതിലൊന്നും ഫലം ലഭിക്കാതെ വന്നപ്പോഴാണ് ഈ സൂഫിയുടെ അരികിൽ വരുന്നത്. ഉണ്ടായ സംഭവങ്ങളെല്ലാം സൂഫിയുടെ മുമ്പിൽ അവതരിപ്പിച്ചു. എല്ലാ കഥകളും കേട്ട് കഴിഞ്ഞതിന് ശേഷം സൂഫി പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ വീട്ടിലേക്കൊന്ന് വരണം, അവിടെയൊക്കെ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ അവർ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. അങ്ങനെ ഒരു വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം അവൻ ജോലി കഴിഞ്ഞ് വരുന്ന ആ സമയം കണക്കാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം ആ വീട്ടിലേക്ക് പോയി. കൂടെ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ആ വീട്ടിൽ ചെന്ന് കയറി അവർ സൽക്കരിച്ചു. ഈ പറയുന്ന പയ്യനും ആ വീട്ടിലുണ്ട്. അവൻ്റെ മുറിയിലേക്ക് കടന്നിട്ടില്ല. അങ്ങനെ അദ്ദേഹം ആ റൂം എല്ലാം പുറത്തുനിന്ന് തന്നെ ഒന്ന് നോക്കി. അവൻ കിടക്കുന്ന റൂം, അവർ കൊടുത്ത ചായ സൽക്കാരങ്ങളെല്ലാം പങ്കുകൊണ്ടു. അങ്ങനെ തൻ്റെ കൂടെ വന്ന ഒരു ശിഷ്യനോട് അദ്ദേഹം പറഞ്ഞു, നീ ആ മുറിയിൽ പോയി ആ കട്ടിലിൽ ഒന്നിരിക്കൂ. അവനിക്കൊരു ഭയം. കാരണം അവനിക്ക് ഈ സംഭവങ്ങളൊക്കെ കഥകളൊക്കെ പറഞ്ഞപ്പോൾ കേട്ടതാണല്ലോ. ആ മുറിയിൽ കയറി കഴിഞ്ഞാൽ വയറുവേദന ഉണ്ടാകുന്നു. അപ്പോൾ ഒരു ഭയം. എങ്കിലും തൻ്റെ ഗുരു പറഞ്ഞ ആ ഒരു വിശ്വാസത്തിൽ അവൻ പോയി കട്ടിലിലിരുന്നു. സൂഫി അവനെ വീക്ഷിച്ചുകൊണ്ടിരുന്നു. അവനും അവിടെ ഇരുന്നു കൊണ്ട് ചുറ്റുമൊക്കെ ഒന്ന് കണ്ണോടിച്ചു. അവനെ വിളിച്ചു, എന്താ നിനക്ക് അവിടെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? അവൻ പറഞ്ഞു, എന്തോ ഒരു ശ്വാസതടസ്സം പോലെ എനിക്ക് അനുഭവപ്പെടുന്നു. അപ്പോൾ സൂഫി പറഞ്ഞു, അത് നിനക്ക് ഈ സംഭവങ്ങൾ അറിയാവുന്നത് കൊണ്ടിട്ടുള്ള ടെൻഷൻ കൊണ്ടല്ലേ? അപ്പോൾ അവൻ പറഞ്ഞു, അല്ല, ഞാനെന്തിനു ഭയക്കണം? കഥ കേട്ടു, കഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങളാണ് എൻ്റെ ഉള്ളിലുള്ളത്. പക്ഷേ ഭയം എനിക്കില്ല, അങ്ങുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഭയക്കുന്നില്ല എന്ന് പറഞ്ഞു. അടുത്ത ആളെ കയറ്റി.
അയാളോടും അതുപോലെ ഇരിക്കാൻ പറഞ്ഞു. അയാളും അതുപോലെ ഇരുന്നു. ജനാലൊക്കെ തുറന്നിട്ടിരിക്കുന്നു. നല്ല കാറ്റും വെളിച്ചമൊക്കെ കയറുന്ന മുറിയാണ്. പക്ഷേ അയാളും കയറി. അയാളും വന്നിട്ട് പറഞ്ഞു, അവിടെ ഇരിക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. അങ്ങനെ സൂഫി ആ മുറിയിലേക്ക് കടന്നു. അദ്ദേഹം ആ കട്ടിലിൽ വന്നിരുന്നു. ചുറ്റും കണ്ണോടിച്ചു. മുറിയിൽ ഒരു അലമാരിയുണ്ട്. അതുപോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചില സെൽഫുകളും മേശകളുമൊക്കെ ഉണ്ട്. മുകളിൽ വാർക്കയിലുള്ള ഒരു തട്ട് തന്നെ ഉണ്ട്. വീടിൻ്റെ ടെറസ് ആ തട്ട്. അപ്പോൾ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ബോക്സുകളും അതും ഇതൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ പുള്ളി ആ മുറി മൊത്തം അവിടെ ഇരുന്നു കൊണ്ട് വീക്ഷിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഒരു പെട്ടി, ആ പെട്ടിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പോയത്. ഒരു സൂട്ട് കേസ്, പഴയ കാലത്തുള്ള ഒരു സൂട്ട് കേസായിരുന്നു. അദ്ദേഹം തൻ്റെ ശിഷ്യനെ വിളിച്ചു. ഒരു ചെയർ അവിടെ ഇട്ടുകൊണ്ട് അതിൽ കയറി ആ സൂട്ട് കേസ് അവിടെ നിന്ന് എടുത്തു. എന്നിട്ടത് പുറത്തു കൊണ്ടുവന്നു. ആ പെട്ടി തുറക്കാൻ പറഞ്ഞു. ആ പെട്ടി തുറന്നപ്പോൾ ആ പെട്ടിക്കുള്ളിൽ ഒരു പുത്തൻ സാരി, കല്യാണ സാരി പോലത്തെ ഒരു പുത്തൻ സാരി, അതുപോലെ തന്നെ വളകൾ, കമ്മലുകൾ, ഒരു പെണ്ണ് ഉപയോഗിക്കുന്ന കുറച്ച് സാമഗ്രികളൊക്കെയായിരുന്നു ആ സൂട്ട് കേസിലുണ്ടായിരുന്നത്. അദ്ദേഹം അതെല്ലാം നോക്കി. എന്നിട്ട് ചോദിച്ചു, ഇത് ആരുടേതാണ്? സത്യത്തിൽ ഈ ചോദ്യം അവിടെ വന്നപ്പോൾ ആ വീട്ടിലുള്ളവർ വല്ലാത്തൊരു, അതുവരെ വളരെയധികം സന്തോഷത്തിൽ നിന്നിരുന്ന അവരുടെ മുഖത്തെ ഭാവം തന്നെ മാറി. ആ സ്ത്രീ കരയാൻ തുടങ്ങി. ആ പയ്യൻ്റെ മുഖഭാവം മാറി. വല്ലാതെ കരയുന്ന അവരെ സമാധാനപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചു, എന്തിനാണ് കരയുന്നത്, എന്താണ് വിഷയം എന്ന് ചോദിച്ചപ്പോൾ ആ പയ്യൻ, ആ ഉമ്മയ്ക്കൊന്നും പറയാൻ കഴിയുന്നില്ല. ആ പയ്യൻ പറഞ്ഞു, എൻ്റെ പെങ്ങളുടെ വസ്ത്രമാണ്, അവൾ ഉപയോഗിച്ച സാധനങ്ങളാണ് അതിലുള്ളത് എല്ലാം. അത് ഞാൻ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നപടി ഞാൻ എൻ്റെ മുറിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ സഹോദരിക്ക് എന്ത് സംഭവിച്ചു? അപ്പോൾ അവൻ്റെ കണ്ണും നിറഞ്ഞു. ഭർത്തൃ വീട്ടിൽ മരണപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയാണ് അവൾ. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് എന്ന് അവർ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ശരി, എല്ലാം മനസ്സിലായി. ഈ പെട്ടി ഞാൻ കൊണ്ടുപോയിക്കോട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല, കൊണ്ടുപോയിക്കൊള്ളൂ. എന്തായാലും ഞാനിത് കൊണ്ടുപോവുകയാണ്. ഇവൻ ആ മുറിയിൽ കിടക്കട്ടെ. എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയാൽ വിളിച്ചു പറയുക. അങ്ങനെ ആ സൂട്ട് കേസ് ശിഷ്യനോട് പറഞ്ഞ് കാറിൽ കയറ്റി. അങ്ങനെ നല്ല രീതിയിൽ അവിടെ നിന്ന് യാത്ര പറഞ്ഞു ഇറങ്ങി. അവരെ സമാധാനപ്പെടുത്തി. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ അറിയിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സൂഫി അവിടെ നിന്നും പുറപ്പെട്ടു. പോകുന്ന വഴി ശിഷ്യഗണങ്ങൾക്ക് ആ വിഷയത്തെക്കുറിച്ച് അറിയാനുള്ള വല്ലാത്ത ഒരു വ്യഗ്രത. സൂഫി പറഞ്ഞു, ഈ കാലഘട്ടത്തിൽ മനുഷ്യരോട് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവരത് വിശ്വസിക്കുക എന്നുള്ളത് വലിയ പാടുള്ള കാര്യമാണ്. അവർക്ക് മാത്രമേ ചിലത് കാണാൻ കഴിയുകയുള്ളൂ. എല്ലാവർക്കും എല്ലാം അറിയാനുള്ള കഴിവ് കൊടുത്തിട്ടില്ലല്ലോ. ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിൽ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവാണുള്ളത്. അപ്പോൾ ആ വീട്ടിൽ സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല, അവൻ്റെ സഹോദരി മരണപ്പെട്ടു പോയതിൻ്റെ മാനസിക സമ്മർദ്ദം അവൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെ അവൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും എല്ലാം അടങ്ങിയ പെട്ടി അവൻ്റെ മുറിയിൽ തന്നെയാണുള്ളത്. ഈ പെട്ടി തന്നെയാണ് അവൻ്റെ വയറുവേദനയ്ക്ക് കാരണമുണ്ടാക്കുന്നത്. പക്ഷെ അതെല്ലാം എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുക? എന്തായാലും അവർ വിളിക്കും. ഇന്നവൻ അവിടെ കിടക്കുമല്ലോ, അവനിക്കിനി വയറുവേദന വരുമോ എന്ന് നമുക്ക് നോക്കാം. അതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ ഒരു സൂട്ട് കേസിൽ മരണപ്പെട്ടു പോയവരുടെ വസ്ത്രങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെയുള്ള ഓരോ സംശയങ്ങൾ. നമ്മുടെ നാട്ടിൽ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. പല സംഭവങ്ങളും നടന്നു പോകുമ്പോൾ നമ്മളൊക്കെ സ്വാഭാവികമായ രീതിയിലാണ് ആ വിഷയത്തെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് കഴിയില്ല.
ചില സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും. ഒരു കുട്ടിയെ കാണാതെയാകുന്നു. ഇപ്പോൾ കാസർഗോഡാണ് ഒരു കുട്ടിയെ കാണാതാകുന്നു എന്നുള്ളൊരു വാർത്ത വന്നാൽ പിന്നീട് അങ്ങോട്ട് അപ്പോൾ തന്നെ അടുപ്പിച്ച് കുട്ടികളെ കാണാതെയാകുന്ന വാർത്തകളായിരിക്കും വരുന്നത്. അതിൽ 1-2 കുട്ടികളെ കിട്ടുകയും ബാക്കി കുട്ടികളെ കിട്ടാതെയാവുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഓരോ മനുഷ്യർക്കും ഉണ്ടാകുന്ന ഓരോ ദുരന്തങ്ങൾ, ആ ദുരന്തങ്ങളൊക്കെ അശ്രദ്ധ കൊണ്ടാണ്, ഉറക്കം കൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ചിലതിലെല്ലാം സംശയകരമായിട്ട് വീക്ഷിച്ചാൽ അതിൻ്റെയൊക്കെ പുറകിൽ ചില കാര്യങ്ങളുണ്ട്. പക്ഷെ അത് ഇന്നത്തെ നൂറ്റാണ്ടിൽ നമുക്ക് വിളിച്ചു പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എന്തു പറഞ്ഞാലും വിമർശിക്കുന്ന ഒരു ലോകമാണ് എന്നുള്ളത്. അതുകൊണ്ട് അനുഭവിക്കുന്നവനിക്ക് മാത്രമേ അതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ പറ്റൂ. അതുപോലെ തന്നെ അറിയുന്നവനിക്ക് മാത്രമേ അതിൻ്റെ സത്യത്തെ മനസ്സിലാക്കാനും കഴിയൂ. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളെക്കുറിച്ചിട്ട് കൂടുതൽ അറിയാതിരിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു. അവനിക്കൊരു ഗുളിക കൊടുത്തതുപോലെ, സാധാരണ ഡോക്ടർമാരുടെ അടുത്ത് ചെന്നാൽ വയറുവേദനയ്ക്ക് ഒരു ഗുളിക അങ്ങോട്ട് കൊടുക്കുന്നത് പോലെ ഞാൻ അവൻ്റെ ഗുളിക ഇങ്ങോട്ട് എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കെത്തി. അങ്ങനെ ആ സൂട്ട് കേസ് കാറിൽ നിന്ന് ഇറക്കി ടാക്സി പറഞ്ഞു വിട്ടു. അങ്ങനെ ഈ സൂട്ട് കേസ് കൊണ്ടുവന്ന് വീടിൻ്റെ അകത്ത് വെച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ, സുഫിയുടെ ഭാര്യയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ സുഫിയുടെ ഭാര്യ ഈ പെട്ടി കണ്ടപ്പോൾ വല്ലാത്ത ആകാംക്ഷയോടുകൂടി വന്നിട്ട് ചോദിച്ചു, എന്താണ് ഇതിൻ്റെ അകത്ത്? ഈ പെട്ടിയിൽ നീ തൊടണ്ട, അതവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പോയി കിടന്നോളാൻ പറഞ്ഞു. ഞാനിന്ന് കുറച്ച് വൈകിയാണ് കിടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ ഇരുന്നു. അങ്ങനെ ഇരിക്കുന്ന ആ സന്ദർഭത്തിൽ ഒരു ഏകദേശം 1 മണി അടുക്കെയായിട്ടുണ്ട് രാത്രി. അദ്ദേഹം ആ സൂട്ട് കേസ് വന്ന് തുറന്നു. വല്ലാത്ത ഒരു സുഗന്ധം, വല്ലാത്തൊരു അത്തറിൻ്റെ ഗന്ധമാണ് വരുന്നത്. ഈ മണം പിടിച്ചുകൊണ്ട് ഉറങ്ങിക്കിടന്ന ഭാര്യ ഉണർന്നു. അവിടേക്ക് വന്നു. അല്ല, നിങ്ങളെന്താ ഈ പെട്ടിയിലേക്ക് നോക്കിയിരിക്കുന്നത്? നല്ല സുഗന്ധമുണ്ടല്ലോ. അവരാ പെട്ടിയിലേക്ക് നോക്കി അത്തർ, അതിലുള്ള സെൻറ്റ് ഏതാണെന്ന് പരിശോധിച്ചിട്ട് അങ്ങനെ ഒരു സെൻറ്റിൻ്റെ കുപ്പി തന്നെ ആ പെട്ടിയിലില്ല. ഇതൊരു മണമാണ് ഇതിന് എന്ന് പറഞ്ഞപ്പോൾ, നീ കിടന്നില്ലേ, പോയി കിടക്കൂ, ഇതൊരു വിഷയവുമായി ബന്ധപ്പെട്ട പെട്ടിയാണ്, അതുകൊണ്ട് ഈ പെട്ടിയിൽ തൊട്ടുപോകരുത്, ഇത് ഒരു വിധത്തിലും ഇത് തുറക്കരുത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അവർ പോയി. ആ ദിവസം കടന്നു. 2-ാമത്തെ ദിവസം ഫോൺ വന്നു. അവർ പറഞ്ഞു അവൻ സുഖമായി ഉറങ്ങി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഏതായാലും 1-2 ദിവസം കൂടി ഈ പെട്ടി ഇവിടെ ഇരിക്കട്ടെ, എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ എന്തിനു പറയുന്നു, പിന്നീടുള്ള ദിവസങ്ങളിൽ അവൻ സുഖമായി ഉറങ്ങി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പെട്ടി ഇനി ആ വീട്ടിൽ വെക്കണ്ട, ഇത് തൽക്കാലം ഒഴിവാക്കി കളയുന്നതാണ് നല്ലത്. സത്യത്തിൽ അവർക്ക് പ്രിയപ്പെട്ട മകളുടെ വസ്ത്രവും അതുപോലെയുള്ള സാമഗ്രികളാണ്. അത് ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ വലിയൊരു മനപ്രയാസമുള്ള കാര്യമാണ്. എങ്കിലും ആ വീട്ടിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പയ്യന് ആശ്വാസം ലഭിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ അനുസരിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ആ പെട്ടി ഭാര്യയോട് പറഞ്ഞു, ഇതിവിടെ ഇരിക്കട്ടെ, ആരെങ്കിലും വരും എന്തെങ്കിലും ചോദിച്ചുകൊണ്ട്, എന്തെങ്കിലും വസ്ത്രമോ അതുപോലെയുള്ള കാര്യങ്ങളോ ചോദിച്ച് ആരെങ്കിലും വന്നാൽ ഇതെടുത്ത് അവർക്ക് കൊടുത്തേക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യയ്ക്ക് അത് വല്ലാത്തൊരു അസ്വസ്ഥതയായി. കാരണം നല്ല പട്ടുസാരിയുണ്ട്, നല്ല വളകളുണ്ട്, നല്ല കമ്മലുണ്ട്, പക്ഷേ ഇതിൻ്റെ ചരിത്രമൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ദിവസം പുള്ളിക്കാരൻ സുഫി പുറത്തേക്ക് പോയ ദിവസം ഭാര്യ വന്നത് തുറന്നു. എന്തിനു പറയുന്നു, ഭാര്യ ഇവിടെ ബോധം കെട്ട് വീണു. അദ്ദേഹം ഭാര്യയെ ഫോൺ ചെയ്യുമ്പോൾ അന്ന് റിലയൻസിൻ്റെയൊക്കെ 501 രൂപയുടെ ഫോൺ ഇറങ്ങിയ ആ സമയമാണ്. വിളിച്ചിട്ട് കിട്ടുന്നില്ല, ബെല്ലടിക്കുന്നുണ്ട്. അദ്ദേഹം എന്ത് സംഭവിച്ചു എന്നാലോചിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നു. അപ്പോൾ
ഭാര്യ മയങ്ങിക്കിടക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ജനാലിലൂടെ വെള്ളമെടുത്ത് മുഖത്തൊഴിച്ച് അവർ വന്ന് വാതിൽ തുറന്നു. അവർ വല്ലാത്തൊരു അസ്വസ്ഥതയോടുകൂടി പറഞ്ഞു, ഈ പെട്ടി തുറന്നപ്പോൾ ഒരു പുക പോലെ എന്തോ വന്നു, ഞാനാകെ ഭയന്നുപോയി എന്ന് പറഞ്ഞു. അപ്പം നിന്നോടിത് തുറക്കല്ലേ എന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു. പിന്നീട് അവൾ തൊട്ടില്ല. അപ്പോൾ ഒരു സ്ത്രീ അവിടേക്ക് വന്നു, ഒരു പർദ്ദ ധരിച്ചൊരു സ്ത്രീ. അവർ മുമ്പെന്നും അവിടെയൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ അവർ വന്നു. അവർ പഴയ വസ്ത്രങ്ങൾ ചോദിച്ചുകൊണ്ടാണ് വന്നത്. അങ്ങനെ ആ സൂട്ട് കേസിലുള്ള സാമഗ്രികളെല്ലാം ഒരു കിറ്റിലാക്കി അവരുടെ കയ്യിലേക്ക് കൊടുത്തു. അവരവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഭാര്യയ്ക്ക് ഒരു അസ്വസ്ഥത. അവർ വേഗം ഇറങ്ങി വന്ന് നോക്കിയിട്ട് ആ സ്ത്രീ അവിടെ എങ്ങും കാണാനില്ല. അപ്പോൾ വേഗം വന്നിട്ട് പറഞ്ഞു, ഇവിടെ നിന്ന് ഇറങ്ങിയേ ഉള്ളല്ലോ, അവരെ കാണുന്നില്ല. അങ്ങനെ പലതും ഉണ്ടാകും, അതിലേക്കൊന്നും ശ്രദ്ധിക്കണ്ട എന്ന് പറഞ്ഞു. ഈ കഥ കേൾക്കുമ്പോൾ ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിൽ ചിന്തിക്കാം. യൂട്യൂബ് ചാനൽ ഭംഗിയാകാൻ വേണ്ടിയിട്ട്, റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോ തള്ളുകഥകൾ പറയുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ടാകും. പൊതുവേ അത്തരക്കാരാണല്ലോ കൂടുതലും. കാരണം എന്താണെന്ന് വെച്ചാൽ അനുഭവിക്കാതെ ഒരു കാര്യത്തെക്കുറിച്ചും അനുഭവിച്ചറിയാതെ അല്ലെങ്കിൽ അനുഭവിച്ചറിയാൻ മെനക്കെടാതെ എന്തെങ്കിലും കേട്ടുകൊണ്ടിട്ട് വിലയിരുത്തുന്നവരാണ് ഇന്ന് ഈ ലോകത്ത് അധികവും ഉള്ളത്. എന്തിൻ്റെയും സത്യാവസ്ഥ അറിയാൻ താല്പര്യമില്ല ആർക്കും. കേട്ടതെന്താണോ അത് ശരി, പിന്നീട് എപ്പോഴെങ്കിലും ആ കേട്ടത് തെറ്റാണെന്ന് പറഞ്ഞാൽ അത് തെറ്റ്. അപ്പം അങ്ങനത്തെ ഒരു സമൂഹത്തിലാണ് നാമൊക്കെ ജീവിക്കുന്നത്. ആ സമൂഹത്തിൽ പലതരത്തിലുള്ള വിശ്വാസികളുണ്ട്, അതുപോലെ തന്നെ അവിശ്വാസികളുമുണ്ട്. അപ്പോൾ ഇവർക്കിടയിലേക്ക് പബ്ലിക്കായിട്ട് ഇത്തരം ഒരു വീഡിയോ കടന്നു വരുമ്പോൾ സ്വാഭാവികമായും ഓരോരുത്തരും അവരുടേതായ രീതിയിൽ വിലയിരുത്തും. എങ്കിൽ ഇതൊരു യാഥാർത്ഥ്യമാണ്, സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് സൂഫികൾ അവരെപ്പോഴും ഉള്ളറകളെ തേടുന്നവരാണ്. അവർ കുപ്പിയോ തകിടോ മന്ദിരിക്കലോ ഈ വക പരിപാടിയൊന്നുമുള്ള ആൾക്കാരല്ല. കാരണം അവരൊരു സ്കാനിങ് മെഷീൻ പോലെയാണ്. എന്താണെന്ന് കണ്ടുപിടിക്കാൻ അവർ പരിശ്രമിക്കും, അത് കണ്ടുപിടിക്കും. അല്ലാതെ കുപ്പി കൊണ്ടുപോവുക, തകിട് താത്തുക, മന്ദിരിച്ചൂതുക, അല്ലെങ്കിൽ ചരട് കെട്ടുക, അത്തരം പണിയൊന്നും സൂഫികളുടെ കയ്യിലില്ല. ചില സൂഫി വേഷധാരികൾ അത്തരം പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് നടക്കുന്നവരുണ്ട്. പക്ഷെ അത് വെറും ഒരു വേഷധാരി മാത്രമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. പരിഹാരങ്ങളുണ്ട് പലതിനും. ഇപ്പോൾ നമ്മൾ എണ്ണ തേച്ച് കുളിക്കുന്നു, സോപ്പ് തേച്ച് കുളിക്കുന്നു, പല്ല് തേക്കാൻ പേസ്റ്റ് ഉപയോഗിക്കുന്നു. അങ്ങനെ ശരീരത്തിൻ്റെ വൃത്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾക്കും അത് മറ്റുതര രോഗങ്ങൾക്കും മെഡിസിൻ കഴിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിനേൽക്കുന്ന മുറിവിന് ഒരു മെഡിസിനുമില്ല, അതിന് മെഡിറ്റേഷൻ മാത്രമേ ഉള്ളൂ. അത്തരം മെഡിറ്റേഷൻ ചെയ്യാൻ കഴിവുള്ള പലതരത്തിലുള്ള ആളുകളുണ്ട്. അതിൽപ്പെട്ട മറ്റൊരു വിഭാഗമാണ് സൂഫി എന്ന് പറയുന്നത്. അത്തരം സൂഫികൾ ഇന്ന് വളരെ കുറവാണ്. അത്തരം ആളുകളില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ കഴിഞ്ഞുപോയ എൻ്റെ ചെറുപ്പ ജീവിതങ്ങളിൽ ഞാൻ കണ്ടുവന്ന, ഞാൻ അനുഭവിച്ചു വന്ന, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വിഷയങ്ങളെ നിങ്ങൾ കേൾക്കുക. ഒരു കഥ പോലെ മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹപൂർവ്വം ഷാജി യൂസഫ്.